വളരെ രുചിയോടുകൂടി എളുപ്പത്തിൽ ഒരു ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 വലിയ ബീറ്റ്റൂട്ട് വളരെ കനം കുറച്ച് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് പാത്രം വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാട്ടോ ഞാൻ സവാള ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും കൊച്ചുള്ളി തന്നെ ചേർത്ത് കൊടുത്തോളൂ. അതിനാണ് ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ കിട്ടുക. അപ്പോൾ എന്തേ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ മസാലയോട് കൂടിയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പം വീണ്ടും മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്ക് ഏകദേശം നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എത്രത്തോളം ഇത് ഫ്രൈ ആയിട്ട് കിട്ടണോ അതിനനുസരിച്ച് നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ വരട്ടി എടുക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ